കവിത പണമെന്ന ഇന്ദ്രജാലം. തെണ്ടി നടക്കുന്ന ഒരു നായ്ക്കുട്ടിയെ കണ്ടു ഞാൻ. കൗതുകം കൊണ്ടു ഞാനതിനെ അങ്ങെടുത്തു വീട്ടിലേക്ക്. ചൊറു കൊടുത്തും പാലു കൊടുത്തും വളർത്തിയല്ലോ. പാച്ചുവെന്നൊരു നാമകരണവും ചെയ്തു. ഞാൻ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും എൻ മുന്നിലും പിന്നിലുമായുണ്ടാവുമല്ലോ. ഞാൻ അങ്ങാടിയിലേക്ക് പോകാനായി നടക്കുമ്പോൾ എൻ കൂടെ പാച്ചുവും ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു ദിനം നടക്കുമ്പോൾ എൻ പ്രേമകുമാരിയെ കണ്ടുവല്ലോ. അവളോട് സന്തോഷം പങ്കുവച്ചു. അവൾ മൊഴിഞ്ഞു, പെണ്ണന്വേഷകർ വീട്ടിൽ നിറഞ്ഞു കവിയുന്നു. നിന്റെ അടുത്ത് പണമില്ലെങ്കിലും ഇറങ്ങി വരാമെന്നവൾ മൊഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്കപ്പോൾ വേണമെങ്കിലും വന്നുകൂടെ എന്ന്. എൻ്റെ കയ്യിൽ പണമില്ലെന്ന വാസ്തവം ഉള്ള കഞ്ഞി കുടിച്ചു കഴിഞ്ഞുകൂടാം. അതുകൂടി കേട്ടപ്പോൾ അവളുടെ കണ്ണു തുടുത്തുപോയി, മുഖം ചുവന്നുപോയി. തുറിച്ചു നോക്കിക്കൊണ്ടവൾ പറഞ്ഞു, പണമില്ലെങ്കിൽ ഞാനും നീയും ഒരുപോലെയാകുമല്ലോ. നിനക്കെന്നോടിഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക വേണം. പണമുള്ള ചേലത്തൊരാളുടെ ആലോചനയങ്ങു വന്നിരുന്നു. ഇഷ്ടാ പൊന്നിഷ്ടാ, ഞാനെന്തു ചെയ്യണമെന്നു പറഞ്ഞുപോൽ. എങ്കിൽ നീ അതിനായങ്ങ് സമ്മതിക്ക വേണം. ഞാനും സന്താപത്തോടെ പറഞ്ഞുപോയി. അതങ്ങ് കേട്ടപ്പോൾ അവളും ആഹ്ലാദചിത്തയായി. അവളുടെ സന്തോഷമൊന്നു കണ്ട ഞാനവിടെ അന്താളിച്ചിരുന്നു പോയി. പണമുണ്ടായിരുന്നെങ്കിൽ എന്നെ വിട്ടുപോവില്ലായിരുന്നുവല്ലോ. വിവാഹം കഴിച്ചതിനു ശേഷം ആ പണമില്ലാതിരുന്നെങ്കിൽ ഇവളെന്നെ ഇട്ടേച്ചു പോവുമായിരുന്നു. ഇപ്പോഴെങ്കിലും ഇതു പറഞ്ഞതിനവളോട് കൃതാർത്ഥതയുണ്ടെനിക്ക്. അങ്ങനെ പ്രേമകുമാരി യാത്ര പറഞ്ഞു നടന്നകന്നു. ഞാനാകെ സന്താപചിത്തനായും നടന്നപ്പോൾ അതാ എൻ്റെ പിന്നിലുണ്ടായിരുന്ന പാച്ചു മുന്നിലൂടെ നടന്നെനിക്ക് വഴികാട്ടിയായി. സ്നേഹം കൊടുത്താലും ആഹാരം കൊടുത്താലും നായ്ക്കൾക്ക് കൊടുക്കണമെന്ന് കാരണവന്മാർ പറഞ്ഞതെത്രയും സത്യം സത്യം. അതെല്ലാം അങ്ങ് പോട്ടെ എന്ന് പറയുന്ന പോലെ പാച്ചു എന്നെ നോക്കി ഒന്നു വാലാട്ടി നിന്നുപോയി. പിന്നെ ഒരു ദിനം ഒരു മുതുമുത്തശ്ശിയെ കാണാൻ പോയിരുന്നു. അവർ അർദ്ധപ്രാണനായി ഇങ്ങനെ കിടക്കുന്നു. അവർ ആരാ വന്നതെന്നൊരു നോക്കി. പിന്നെ കയ്യൊന്നു പ്രയാസപ്പെട്ട് പൊക്കി പറയാൻ വയ്യാതെ അങ്ങ് പറഞ്ഞുപോയി. എനിക്ക് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? പൈസയെന്നാണ് പറഞ്ഞത്. എന്നിട്ടവർ ബോധം പോയ പോലെ ഒരു കിടപ്പൂ കിടന്നുപോൽ. ഇത്രയുമുണ്ട് പണത്തിൻ്റെ ഇന്ദ്രജാലം. മരിക്കാൻ കിടക്കുമ്പോഴും മർത്യന്മാരിൽ ചിലർ പൈസയെന്നോർത്തു മരിച്ചിടുന്നു. ആഹാ, എന്തൊരു കഷ്ടം കഷ്ടം. ഞാനെങ്ങനെ അവിടുന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ അവിടെ എന്നെ കാത്തൊരാൾ കിടപ്പുണ്ടായിരുന്നു.
എന്നെ കണ്ടതും അവൻ എഴുന്നേറ്റു നടന്നിരുന്നു. ഇത്രയ്ക്കും ആർത്തി കണ്ടെനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വയ്യെന്നായി. ഞാനൊരു ഉറച്ച കാൽവെപ്പായി കാനനപാതയിലോട്ട് നടന്നു. എൻ്റെയൊപ്പം ആരുമില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ പാച്ചുയൻ കൂടെയുള്ളതൊരത്ഭുതം. പാച്ചു മുന്നിലും ഞാൻ പിന്നിലുമായി കാനനത്തിലേക്ക് കാൽവച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നിങ്ങളുടെ മൊബൈലാണ് കാണുന്നത്. ഇതിഷ്ടപ്പെട്ടാൽ സബ്ബും ഷെയറും ലൈക്കും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.